TMRL എക്സാലോജിക് ഇടപാടിൽ മുൻ മന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ PA മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കവുമായി ED. കോഴിക്കോട്ടെ CPIM നേതാവ് നിഖിലിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. വീണ ടീക്ക് കൂടുതൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടോ എന്ന കാര്യം ED പരിശോധിച്ചു വരികയാണ്. വീണ പങ്കാളിയായ ലേക്കർ ഇന്ത്യ ഷെൽ കമ്പനി എന്ന സംശയത്തിലാണ് ED. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കത്തെ രാഷ്ട്രീയമായി നേരിടുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും PA മുഹമ്മദ് റിയാസും പ്രതികരിച്ചു. CMRL എക്സാലോജിക് കേസിൽ മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെയും റിയാസുമായി അടുപ്പമുള്ള CPIM DYFI നേതാക്കളുടെയും വീടുകളിലായിരുന്നു കഴിഞ്ഞ ദിവസം ED റെയ്ഡ് നടത്തിയത്. വീണയുടെ മൊഴിയുടെയും ഡയറിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. രണ്ടാം റെയ്ഡിന് പിന്നാലെ നടപടികൾ വേഗത്തിലാക്കുകയാണ് ED. അടുത്ത ഘട്ടമായി റിയാസിനെയും CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P നിഖിലിനെയും ED ചോദ്യം ചെയ്തേക്കും. വീണയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളാണ് ED ചോദിച്ചറിയുക. തിരുവനന്തപുരത്തെ വീണയുടെ വീട്ടിൽ കഴിഞ്ഞ മെയ് മാസത്തിൽ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത ഡയറിയിൽ നിഖിൽ ഉൾപ്പെടെയുള്ളവരുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയത് പരാമർശിച്ചിട്ടുണ്ടെന്നാണ് ED അവകാശപ്പെടുന്നത്. പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ചിലരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും നീക്കമുണ്ട്. ഇതിനുശേഷം ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിക്കാനാണ് തീരുമാനം. വീണയ്ക്ക് പങ്കാളിത്തമുള്ള കോഴിക്കോട്ടെ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ ഷെൽ കമ്പനിയാണെന്ന നിഗമനത്തിലാണ് ED. കോഴിക്കോടാണ് ആസ്ഥാനമെന്ന് പറയുമ്പോഴും കമ്പനിക്ക് ഓഫീസ് ഇല്ലെന്നും ED പറയുന്നു. EDയുടെ വാദം തള്ളി മുഹമ്മദ് റിയാസ് രംഗത്തു വന്നു. ലേക്കർ ഇന്ത്യയെക്കുറിച്ച് തന്റെ നാമനിർദ്ദേശ പത്രികയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വീണ സ്വതന്ത്രമായ വ്യക്തിയാണ്. അവർക്ക് സ്ഥാപനങ്ങൾ നടത്താം. ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്നും റിയാസ് പ്രതികരിച്ചു. വീണ ഒരു പുതിയ സ്ഥാപനം ലേക്കർ എന്ന സ്ഥാപനം തുടങ്ങിയെന്ന് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുന്നു. അതൊരു പുതിയ സ്ഥാപനം ഒന്നല്ല. സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നോമിനേഷൻ പേപ്പർ നോക്കിയാൽ മതി. അപ്പോൾ ഈ വിഷയം രാഷ്ട്രീയമായി നേരിടാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഞാനും ഇതുകൊണ്ടാകെ ഭയപ്പെട്ട് ഓടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അങ്ങനെയുണ്ട് ചില MLA മാർ. BJP ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തെ ഇന്നലെ എതിർത്ത പോലെ ഇന്ന് എതിർക്കുന്ന പോലെ നാളെ എതിർക്കും. അത് തല പോയാലും അതിനെതിരെ ഫൈറ്റ് ചെയ്യും. ED അന്വേഷണത്തിലൂടെ CPIMനെ കടന്നാക്രമിക്കാനാണ് ശ്രമമെന്നും റിയാസിനെയും സുഹൃത്തുക്കളെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുന്നത് പുകമറ സൃഷ്ടിക്കാനാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. റിയാസുമായിട്ട് പരിചയമുണ്ട് എന്നുള്ളതിന്റെ പേരിൽ റെയ്ഡ് ചെയ്യുന്ന അവസ്ഥയാണ് ഇന്നലെ ഉണ്ടായത്. ഞങ്ങൾ ഇന്നലെ അതിനെ ശക്തിയായിട്ട് പ്രതിഷേധിച്ചിട്ടുണ്ട്. ഒരു വസ്തുതയില്ലാത്ത കാര്യം വസ്തുതയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് EDയും ഇവിടെ കേരളത്തിലെ UDFന്റെ ഗവൺമെന്റും കേന്ദ്രത്തിലെ BJP ഗവൺമെന്റും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ED റെയ്ഡിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം P നിഖിലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. വീണയുമായി സാമ്പത്തിക ഇടപാടുണ്ടെന്ന ആരോപണം നിഖിൽ തള്ളിക്കളഞ്ഞു. ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടും വീണയുമായി ഉണ്ടായിട്ടില്ലെന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിഖിൽ വിശദീകരിച്ചു. ന്യൂസ് മലയാളം, കോഴിക്കോട്.